നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് എല്ലാവിധത്തിലുള്ള പ്രതീക്ഷകളും പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ച് നടന്ന കാര്യങ്ങളൊക്കെ, ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള സമയം തെളിയുന്നു. വളരെയേറെ ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വളരെയധികമാണ് വന്നു ചേരുന്നത്. സർവൈശ്വര്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. പുതിയ തുടക്കം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു. ഇവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരമാണ്. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുക. പുതിയ തുടക്കമാണ്. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒക്കെ ദിനങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. കുറെ നാളുകളായി മനസ്സിലും അവരുടെ ജീവിതത്തിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ വിഷമതകൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ അറുതി വരാൻ പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെ ഇവർ തരണം ചെയ്യാൻ പോകുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ ഏറി നിൽക്കുന്ന സമയത്തിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജ്യോതിഷപരമായി ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. അതിലൂടെ അവർക്ക് വലിയ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന, പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന, ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്ന സമയത്ത് ഈ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ദാനധർമാദികൾ ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉന്നതികൾ കൊണ്ടുവരും. മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടായ എല്ലാവിധ വിഷമഘട്ടങ്ങളും മാറി കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളും സമാധാനവും ഒക്കെ ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ദൈവം ഒരു വഴി തെളിയിച്ചു തരും. അതോടൊപ്പം തന്നെ ഇവർക്ക് വലിയ നേട്ടങ്ങളും ഐശ്വര്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിനും ഇതുവരെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നുള്ള മോചനവും ഇവർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒട്ടേറെ ഉയർച്ചകളും വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സമയം. ഇവരുടെ പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ എല്ലാവിധ കഴിവുകളും ഇവർക്കുണ്ടായിരുന്ന അധ്വാനവും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർക്ക് ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്നു. ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് കാണുന്ന ഒരു സമയമാണ്. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്നു. ഏറ്റവും അധികം ഭാഗ്യം അനുഭവപ്പെടുന്ന നക്ഷത്രക്കാർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. ജീവിതത്തിൽ ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ നാളുകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതം രക്ഷപ്പെടുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. വരുമാന മാർഗങ്ങളൊക്കെ ഒട്ടേറെ അനുകൂലമായ രീതിയിൽ തുറക്കപ്പെടുന്ന സമയമാണ്. അവസരങ്ങൾ ഒരുപാട് വന്നു ചേരും. നഷ്ടപ്പെട്ട സ്വത്ത്, ധനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. അവസരങ്ങളൊക്കെ വീണ്ടും വീണ്ടും ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഭാഗ്യമാണ്, ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാവിധ പ്രാരാബ്ദങ്ങളും മാറി ജീവിതത്തിൽ
ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുന്ന അവസരങ്ങൾ, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്നു. സർവൈശ്വര്യമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് യാത്ര പോകുന്നതിനോ ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സർവൈശ്വര്യത്വ കാരകം ആയ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദുഃഖ ദുരിതങ്ങൾക്ക് മാറുന്നു. രക്ഷപ്പെടാനുള്ള സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിർത്തുന്ന സമയമാണ്. ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സമയമാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്ക് മാറുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂർണ്ണതം നക്ഷത്രമാണ്. പൂർണ്ണതം നക്ഷത്രക്കാർക്ക് ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിലെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കുന്ന പണം ഇവരുടെ മുന്നിൽ കുമിഞ്ഞുകൂടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, ഉയർന്ന വരുമാനം, ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യ ലബ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യം തീർച്ചയായും ലഭിക്കും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി ലഭിക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്നു. ക്ഷേത്ര ദർശനം നടത്തണം, ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭാഗ്യം ഇവരെ തുണയ്ക്കും. വലിയ വലിയ അത്ഭുതങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. കുടുംബത്തിലെ എല്ലാവിധ തടസ്സങ്ങളും ദുഃഖങ്ങളൊക്കെ മാറി ജീവിതത്തിൽ എല്ലാവിധ പ്രാരാബ്ദങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. സമ്പന്നതയുടെ, സൗഭാഗ്യത്തിന്റെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങൾ മാറി ധാരാളം പണം വന്നു ചേരുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിന്റെ പലവിധ തടസ്സങ്ങൾ മാറുകയും ഭാഗ്യം കടാക്ഷിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിലൂടെ അവർക്ക് പല തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു. മനസ്സമാധാനപൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ജീവിതത്തിൽ ഉയർച്ച ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനി അങ്ങോട്ട് തടസ്സങ്ങളില്ലാതെ ജീവിത വിജയം നേടുന്നതിനും എല്ലാവിധ സമ്പൽ സമൃദ്ധ രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് എല്ലാ നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഈശ്വരനെ കൈവിടാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്ന, ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ വിശ്വാസം, അവിടെ ആരാധന, എല്ലാം കൊണ്ടും ജീവിതത്തിൽ പ്രതീക്ഷകൾ പുലർത്തുന്ന അവസരങ്ങൾ സൃഷ്ടിക്കും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തണം. ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലുള്ള ഉയർച്ചയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഇവർക്ക് ലഭിക്കുന്നു. രോഗദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന, മികച്ച അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കയറ്റിപ്പിടിക്കുന്ന ഒരു സമയം. ജീവിത വിജയം നേടുന്നതിനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും
മാനസിക സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.